ഹൃദയൊക്കെ എങ്ങനെയൊക്കെയാണ് വേണ്ടേ? എനിക്ക് കണ്ണ് നല്ല രീതിയിലൊന്ന് ഹൈലൈറ്റ് ചെയ്യണം, പിന്നെ അതേപോലെ ലിപ്പിന് ഡാർക്ക് ഷെയ്ഡ്. ഓക്കെ, നമ്മൾ ഈ ഡ്രസ്സിനോട് പോകുന്ന ഒരു കളർ മതി. പിന്നെ ഫേസ് ഒരു ലാസ്റ്റ് ഒരു ഗ്ലാസ് സ്കിൻ ടൈപ്പ് ഗ്ലോ വരുന്ന രൂപത്തിൽ. പിന്നെ ഞാൻ വേർക്കും, അതാണ് മെയിൻ പ്രശ്നം. അപ്പം വിയർത്താലും മേക്കപ്പ് ഒലിക്കാൻ പാടില്ല. ഓക്കെ, മേക്കപ്പ് ലാസ്റ്റിംഗ് വേണം. ഓക്കെ, നമുക്ക് കാണാം. ഈ ഇടത്ത് ഭാഗത്ത് കക്കപ്പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ് എന്നാ പറയുക പെണ്ണുങ്ങൾക്ക്. കവികളൊക്കെ പണ്ട് വർണ്ണിച്ചിരുന്ന കാര്യങ്ങളാണ് എന്നാണ് പറയാം. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പദ്യം പഠിക്കുന്ന സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ കവിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഐലാഷസ് വെക്കുന്ന സമയത്ത് എപ്പോഴും മെഷർ ചെയ്തിട്ട് തന്നെ വെക്കാവൂ, മെഷർ ചെയ്യാണ്ട് വെക്കരുത്. മെഷർ ചെയ്തിട്ട് വെച്ച് നോക്കിയിട്ട് തന്നെ നമ്മളെപ്പോഴും അധികം ഐസിൻ്റെ ഇന്നർ കോർണറിലേക്ക് അടുപ്പിച്ചിട്ട് ലാഷസ് വെക്കരുത്. ലാഷസ് മെഷർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് കുറച്ചൊന്ന് വിട്ടിട്ട് ഒരു എന്താ പറയുക, ഒരു ലൈന് വിട്ടിട്ടുള്ള രൂപത്തിലാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തതിന് ശേഷം വെക്കുമ്പോഴും നമ്മൾ ആ ഒരു ലൈൻ വിട്ടിട്ട് തന്നെ ചെയ്യുക. അല്ലാതെ അധികം കണ്ണിൻ്റെ ഇന്നർ കോർണറിലേക്ക് അടുപ്പിച്ചിട്ട് ഐലാഷസ് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ണ് ഭയങ്കരമായിട്ട് ഇടുങ്ങിയ പോലത്തെ ഒരു ഫീല് വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ലാഷസ് വെക്കുമ്പോൾ നമ്മളിപ്പോൾ സെൽഫായിട്ട് വെക്കുകയാണെങ്കിലും ശരി, ബ്രൈഡ്സിനാണെങ്കിലും ശരി, ഒരു ലൈൻ വിട്ടതിന് ശേഷം വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ കണ്ണിന് വല്ലാതൊരു ഇടുങ്ങിയ ലുക്ക് വരില്ല, കണ്ണ് കുറച്ചുകൂടി ഒരു തുറന്ന ഫീല് വരും. ലാഷസ് വെക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ചില ബ്രൈഡ്സിനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല, ഇപ്പോൾ ഇയാൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കുഞ്ഞി കണ്ണാണ്. അപ്പം അങ്ങനത്തെ കുഞ്ഞി കണ്ണും കൂടി ആണെങ്കിൽ നമ്മളത് ഒരിക്കലും ഇങ്ങനെ അടുപ്പിച്ച് വെക്കരുത്. എപ്പോഴും അതേപോലെ തന്നെ കട്ട് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കുക, ഇന്നർ കോർണറിൽ ഒരിക്കലും കട്ട് ചെയ്യരുത്, ഔട്ടർ കോർണറിൽ തന്നെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് വേണം വെക്കാൻ. കാരണം ലാഷസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ ഇന്നർ സൈഡ് വലിപ്പം കുറഞ്ഞും ഔട്ടർ സൈഡിലേക്ക് വലിപ്പം കൂടിയിട്ടുമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും ഔട്ടർ സൈഡ് മാത്രം കട്ട് ചെയ്യുക, ഇന്നർ സൈഡ് അതേപോലെ തന്നെ വെച്ചേക്കുക. അതേപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം അപ്ലൈ ചെയ്ത ഉടനെ തന്നെ കണ്ണിലേക്ക് വെച്ച് കൊടുക്കരുത്. ഗ്ലൂ ഒന്ന് ഡ്രൈ ആവാൻ വെച്ചതിന് ശേഷം കണ്ണിലേക്ക് അപ്ലൈ ചെയ്യാവും. അല്ലാന്നുണ്ടെങ്കിൽ അത് സ്റ്റിക്കാവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കണ്ണിൽ വെള്ളം ഉണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കണം. ഇപ്പം ബ്രൈഡിൻ്റെ കണ്ണിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഗ്ലൂ നമുക്ക് ഒട്ടിക്കിട്ടൂല. അതുകൊണ്ട് കണ്ണ് ഡ്രൈ ആണോ എന്നും ശ്രദ്ധിക്കുക. പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 സെക്കൻഡെങ്കിലും നമ്മളൊന്ന് ഹോൾഡ് ചെയ്യണം. കുറച്ചൊന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ ചെറിയ മിനി ഫാൻ ഉണ്ടെങ്കിൽ ഒന്ന് ഫാനിൻ്റെ പുറത്തേക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കണേ. എല്ലാവരും എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ലെൻസ്, ഏറ്റവും നല്ല ലെൻസ് ഏതാണെന്നുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ലുക്കിൻ്റെ ലെൻസാണ്. അതിനകത്ത് തന്നെ എൻ്റെ ബ്രൈഡ്സിനെ കാണുന്നവർക്ക് അറിയാലോ, എൻ്റെ ബ്രൈഡ്സ് അധിക പേർക്കും അധികം ഹെവി വേണ്ടാന്ന് പറയുന്ന ആൾക്കാരാണ്. എല്ലാവരും ഒരു നാച്ചുറലായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു ബ്രാൻഡാണിത്, ഫ്രഷ് ലുക്കിൻ്റെ. അതിലും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവരുടെ ഒരു പ്യുവർ ഹേസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡുണ്ട്, അതേപോലെ തന്നെ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡും ഉണ്ട്. ഈ 2 ഷെയ്ഡ്സാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ലെൻസൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമുക്ക് ബ്ലൂ ഗ്രീൻ എന്ന ആ ഷെയ്ഡിലൊക്കെ വരുന്നത് ഇപ്പോൾ ഒരു നൈറ്റ് ഫംഗ്ഷന് ആ രൂപത്തിലുള്ളൊരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റൊക്കെ ആണെങ്കിൽ പിന്നെയും അത് അതിലോട്ട് പോകും. അതേ സ്ഥാനത്ത് ഒരു ബ്രൈഡൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നമുക്ക് അങ്ങനത്തെ ലെൻസ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് എപ്പോഴും ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടി നല്ലത്. ഈ 2 ലെൻസും നമുക്ക് സെൽഫ് യൂസിനാണെങ്കിലും അതേപോലെ ബ്രൈഡിനാണെങ്കിലും ഒരു നാച്ചുറലായിട്ട് നമുക്ക് ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ലെൻസാണ്. ഒന്ന് പ്യുവർ ഹേസൽ എന്നാണ് ഒന്നിൻ്റെ പേര് വരുന്നത്, മറ്റേതിൻ്റെ പേര് വരുന്നത് ഗ്രേ എന്നാണ്. ഇത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാനുണ്ട്. ഫ്രഷ് ലുക്ക് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. സുന്ദരിയില്ലേ? അതാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. ഫേസിനൊരു ഗ്ലാസ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യാമെന്ന് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്. അതിനുപയോഗിക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇത് യൂറോ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ്. അതിൻ്റെ
ഇതൊരു മേക്കപ്പ് ഫിക്സറും കൂടിയാണ്. നമുക്ക് സെൽഫ് യൂസിനാണെങ്കിലും ബ്രൈഡ്സിനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കൊരു എൻ്റയർ ഫേസിൽ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അധികം കോസ്റ്റ്ലി ഒന്നുമല്ല, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ മേക്കപ്പ് കിറ്റിനകത്ത് സെൽഫ് യൂസിനാണെങ്കിലും ഉപയോഗിച്ച് പോകാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് നല്ലപോലെ ഷെയ്ക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ണടച്ചു മോളെ. ഹെയറിലൊരു മെസ്സി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ടൂളാണ് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് അലൻ ട്രൂമൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ്. ഇത് ഹെയർ വേവർ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് കണ്ടോ, നമ്മൾ ടോങ് വെച്ചിട്ട് ടോങ് ചെയ്ത് എന്താ പറയുക മെസ്സി ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇത് വെച്ചിട്ടും മെസ്സി ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ എപ്പോഴും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കിറ്റിൽ വെക്കേണ്ട ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു മെസ്സി ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈ സംഭവം വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇഷ്ടമായോ? ഇഷ്ടമായി. ഇനി ഹെയറും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൂർണ്ണ ലുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഫേസ് ഓൾമോസ്റ്റ് ഡൺ. നല്ല കണ്ണ് നന്നായിട്ട്. കണ്ണ് നല്ല ഭംഗിയില്ലേ? എനിക്ക് കണ്ണ് ഭയങ്കര ഇഷ്ടമായി. പെട്ടെന്ന് ഫ്ലൈറ്റ് കയറിയ ഒരു ഫീൽ വന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത പോലെ. ഞാൻ ഹൈറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് അപ്പം എനിക്ക് അതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ലല്ലോ. പക്ഷെ എനിക്ക് ഹെയർ ചെയ്യാൻ നേരത്തെ കുറച്ച് താഴ്ത്തണം. അത് മനസ്സിലായതൊക്കെ. എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ലേ? ആ സ്ട്രെയിറ്റ്, അതെ. ഇതാണിപ്പം ഇയാൾ സ്ട്രെയിറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന ലുക്ക്. ഞാൻ ശരിക്കും ഇങ്ങനെയല്ല. ആ ഇത് ഒറിജിനൽ ഇങ്ങനെയല്ല കേട്ടോ. നല്ല ചുരുണ്ട മുടിയുള്ള ആളാണ്. നമ്മൾ ആദ്യമേ ഹെയർ പ്രപ്പ് കഴിച്ചു വെച്ചതാണ്. പക്ഷെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഫേസിന് മാച്ച് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഫേസ് ഒന്ന് കുറച്ചൊന്ന് ചെറുതായ പോലെ തോന്നി എനിക്ക് ചെയ്ത സമയത്ത്. അതാണ് നമുക്ക് ഒരിക്കലും വീട്ടിൽ നിന്ന് മേക്കപ്പ് ചെയ്യുമ്പോൾ കിട്ടൂല. ഭയങ്കര അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൂടെ വിളിയും ബഹളും. പിന്നെ നമ്മൾ ആകെ ബ്രൈഡാണെങ്കിലും കൂളാവൂല. എല്ലാ കാര്യങ്ങളും ബ്രൈഡിനോടൊക്കെ സംശയം, ഓരോന്ന് കാണാത്ത സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് റൂമിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അമ്മൻ്റെ സാരി എവിടാ മോളെ, അമ്മൻ്റെ കമ്മൽ എവിടാ മോളെ വെച്ചിട്ട് നമ്മളെ കണ്ടില്ല ഈ ഒരു ക്വസ്റ്റ്യനും ഉണ്ടാവില്ലല്ലോ. ഇത് കണ്ടു കഴിഞ്ഞാൽ സകല ക്വസ്റ്റ്യൻസും നമ്മളെ ഭാഗത്തേക്ക് ആയിരിക്കും. ശരിക്കും ഭയങ്കരമായിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഇടയിലിടയിൽ ബ്രൈഡ് ഓരോന്നിനും ആൻസർ ചെയ്യാൻ, ചിലതൊന്നും തരുന്നാൽ കാണൂല. പിന്നെ ബ്രൈഡ് തന്നെ പോയി കാണിച്ചു കൊടുക്കുന്നതൊക്കെ കാണാം. ഇത് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലല്ലോ. അവിടെ ഉള്ളവരെങ്ങനെയാ വെച്ചാൽ തപ്പി കണ്ടുപിടിച്ചോളൂ. എപ്പോഴും ഏറ്റവും നല്ലത് സ്റ്റുഡിയോയിൽ വന്ന് ചെയ്യുന്നതാണ്. പിന്നെ കറണ്ട്, കല്യാണ വീട്ടിൽ കറണ്ട് പോലെ എന്തോ ഒരു നിർബന്ധ സംഗതിയാണ്. എപ്പോഴും കറണ്ട് പോകും. ഇന്ന് എൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ മേക്കപ്പ് ചെയ്തത് പോപ്പീസ് ബ്യൂട്ടി ലോഞ്ചാണ് കോഴിക്കോട് ഉണ്ടായിരുന്നത്. ഞാൻ ആഗ്രഹിച്ചതിലും അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം പോപ്പിത്ത എനിക്ക് ചെയ്തു തന്നു. ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു. പിന്നെ സാരിയാണ്, ഹെയർ എങ്ങനെ ചെയ്യും എന്നൊക്കെ. പക്ഷേ എന്നെ ഭയങ്കര കംഫർട്ടാക്കിയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ഭയങ്കര ആ ഒരു മേക്കപ്പിന് ഞാൻ 5 മണിക്ക് 5:30 ആകുമ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു അത്രയും സമയം ഭയങ്കര കംഫർട്ടായിട്ടാണ് മേക്കപ്പ് ചെയ്ത് തന്നത്. സോ താങ്ക് യു പോപ്പിത്ത ആൻഡ് പോപ്പി ബ്യൂട്ടി ലോഞ്ച്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.